റബ്ബർ മേഖലയിലുള്ള കൃഷിക്കാർ ഒത്തൊരുത്തം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. അത് ഇപ്പം 500-ൻ്റെ 1000-ൻ്റെ നോട്ട് പിൻവലിക്കുകയും പിന്നെ ആരും നിരോധനം വന്നതോടുകൂടി കൃഷിക്കാർ അവരുടെ കയ്യിലുള്ള പൈസയും ബാങ്കിൽ കിടക്കുന്ന പൈസ ഒക്കെ എടുത്ത് പിന്നെ വളരെ സ്വന്തം കാര്യങ്ങൾ നടത്താൻ വേണ്ടി വളരെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബർ വില തകർന്ന് കിലോയ്ക്ക് 121 രൂപയിലെത്തി നിൽക്കുമ്പോഴാണ് ഉള്ള വില വാങ്ങിയെടുക്കാനാകാത്ത അവസ്ഥയിൽ കാര്യങ്ങളെത്തിയത്. ചെറുകിട റബ്ബർ കർഷകരും റബ്ബർ ഉൽപ്പാദക സംഘങ്ങളും 1000-500 രൂപ നോട്ടുകൾ മാറാനാകാതെ നട്ടം തിരിയുകയാണ്. നോട്ടുകളുടെ അഭാവം ഉള്ളതിനാൽ റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ കർഷകർക്ക് പണം നൽകാതെയായി. കർഷകരാകട്ടെ ടാപ്പിംഗ് തൊഴിലാളികളോട് കടം പറയുന്ന അവസ്ഥയും. 3 വിഭാഗവും ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ നന്നേ പാടുപെടുകയാണ്. പൈസ ഒരാഴ്ചയുടെ പൈസ കിട്ടുന്നില്ല. കഴിഞ്ഞ ആഴ്ച പൈസ കിട്ടിയില്ല. കാരണം ഞങ്ങൾ ആപ്പടെ കഷ്ടത്തിലാണ്. കാരണം ഉടമസ്ഥൻ പറഞ്ഞ 1500 നോട്ട് തരാമെന്ന് പറഞ്ഞു. നമ്മളതുകൊണ്ട് എന്നാ ചെയ്യാനാ? ആ കടക്കാർ മേടിക്കത്തില്ല. 300 350 രൂപ ദിവസം കിട്ടുന്നുണ്ട്. സാമ്പത്തിക ഞെരുക്കമുണ്ട് നമുക്ക്. ഗ്രാമീണ മേഖലയിൽ കർഷകർ പണമിടപാടുകൾ കൂടുതലായി നടത്തുക സഹകരണ ബാങ്കുകളിലാണ്. എന്നാൽ സഹകരണ ബാങ്കുകളിൽ വലിയ നോട്ടുകൾ മാറാനാകാതെയും സ്വീകരിക്കാതെയും വന്നപ്പോൾ ആയിരക്കണക്കിന് റബ്ബർ കർഷകരും ടാപ്പിംഗ് തൊഴിലാളികളും ഒരുപോലെ ദുരിതത്തിലായി. ക്യാമറ പേഴ്സൺ ഷാഫിക്കൊപ്പം ആൽവിൻ തോമസ്, മീഡിയ 1, കോട്ടയം.